അങ്ങനെ കുറച്ച് ദിവസമായി ഞങ്ങൾ തിരിച്ച് വന്നിട്ട് യാത്ര കഴിഞ്ഞു. പക്ഷേ യാത്രയിൽ പല കാര്യങ്ങളും ആരോടും ഞാൻ പറഞ്ഞില്ല. കുറേ കാര്യങ്ങളുണ്ട്. യാത്രയെന്ന് പറയുമ്പം പുതിയ അനുഭവമാണ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, ശരിയാണ്. അപ്പം ഞാൻ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ഒരു ഓട്ടോയുണ്ട്. അത് പഴയ മോഡലിലെ ഓട്ടോയാണ്. അപ്പം കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമാണ്. ഇപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്പ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് എനിക്കും അവൾക്കും. മറ്റേതാകുമ്പം കുറച്ചുകൂടെ ഒരു സുഖകരമായ യാത്രയാണ്. അപ്പം ഞാൻ സ്ഥിരം വിളിക്കുന്ന പുള്ളിക്കാരനെയാണ്. അപ്പം ചോദിച്ചിരുന്നു രാവിലെ ഓട്ടം കാണുമോ. അപ്പം പറഞ്ഞ് ഇല്ല, പ്രത്യേകിച്ചില്ല, നീ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 9:30 ഒക്കെ ആയപ്പോൾ വിളിച്ചിരുന്നു. അപ്പോൾ അതുവരെ കൊച്ചു പിള്ളേരുണ്ട്. അപ്പം ഞാൻ ക്ലാസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. കാരണം നമ്മളൊന്ന് ലീവ് എടുക്കുന്നത് കരുതി കുട്ടികളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പം അവർ വെറുതെ ഇരിക്കാൻ പാടില്ല, അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പം ഞാൻ അവർക്കെല്ലാവർക്കും ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യനൊക്കെ എഴുതിപ്പിച്ച് എല്ലാം റെഡിയാക്കി സാറിൻ്റെ കൊടുത്തു. അങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തു അവർക്ക് എഴുതാനായിട്ട്. പിന്നെ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറേ മാത്സ് എടുക്ക്, അപ്പം പൊതുവായിട്ടുള്ളതാണ്, അപ്പം അവർക്ക് ആ സ്റ്റാർട്ടിങ് തൊട്ട് 1-2 കണക്കിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇന്നത് ചെയ്യിപ്പിച്ചാൽ മതി സാറേ എന്ന് പറഞ്ഞു. സാറ് പിന്നെ മാത്സൊക്കെ ഭയങ്കര പിടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അപ്പോൾ ഓക്കെ ടീച്ചർ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞു ബോർഡിൽ ചെയ്താൽ മതി, ചെയ്തിട്ടാൽ മതി. അപ്പോൾ അവർ ചെയ്തോളും, സാറിന് മറ്റു ക്ലാസ് നോക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ചില കുട്ടികളുണ്ട്, ഞാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കളങ്ങ് വിളിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞാൽ വരാത്തവരുണ്ട്. പക്ഷേ ആ വരുന്നവരൊരിക്കലും മണ്ടന്മാരാവരുത്, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇന്നും അതുപോലെ, ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്നും അതുപോലെ തന്നെ ഈ ശനിയാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ പിള്ളേർക്ക് ഭയങ്കര മടിയാണ്. വീട്ടുകാരും അപ്പം കൊച്ചു പിള്ളേരല്ലേ എന്ന് കരുതി അവരെ ഒന്നൊരു സപ്പോർട്ട് ചെയ്യും. അത് മിക്ക രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അവരെ മോശമായി ബാധിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അവർ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് അവർക്കത് ഒരു പ്രചോദനം കൂടിയാണ് പഠിക്കാൻ. എത്ര താല്പര്യമില്ലാത്ത കുട്ടിയായാലും സ്ഥിരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം സ്വാഭാവികമായിട്ടും അതിനോടൊരു ഇഷ്ടം തോന്നി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയും, അവധിയാണ്, ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കല്ലേ. പക്ഷെ കുറച്ച് പേരെന്നാലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കും എൻ്റെ പിള്ളേർക്കും, വലിയ പിള്ളേരൊന്നും ഞാൻ ഇതിനകത്തിൽ ഇടപെടുത്തില്ല. കാരണം എനിക്ക് അവരുമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മളെന്ത് പറഞ്ഞാലും അവർക്ക് കുറേ ന്യായങ്ങളും അതും ഇതും കാര്യങ്ങളാണ്. പക്ഷെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊന്നും പറയാനില്ല. പിന്നെ അത് 1 മുതൽ 5 വരെയുള്ള കുട്ടികൾ വൈകുന്നേരം ഞാൻ എടുക്കാം. അപ്പം അവർ സ്റ്റേറ്റും ഉണ്ട്, CBSE ഉണ്ട്. സ്റ്റേറ്റുകാരങ്ങനെ കുറവാണ്, ഇപ്പോൾ എല്ലാം മൊത്തം CBSE ICSE ഒക്കെയാണ്. ഞാൻ എല്ലാ വിഷയവും ഞാൻ തന്നെയാണ് എടുക്കുക. ഇപ്പം ഞാൻ സാറ് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങോട്ട് 10 വരെയുള്ള കുട്ടികൾക്ക് ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും എടുക്കുമല്ലോ. ഞാൻ പറഞ്ഞു ശരി, എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന കുട്ടികളെക്കാട്ട് എണ്ണം കൂടിയപ്പോൾ എനിക്ക് എല്ലാവരെയും കൂടെ എടുക്കാൻ പറ്റുന്നില്ല, ഇതും കൂടെ പറ്റുന്നില്ല. ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അവർക്ക്, പക്ഷേ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇല്ല, അവരുടെ അടുത്തൊന്നും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഏതായാലും സാറ് 2 പേരെയും കൂടെ വേറെ വെച്ചിട്ടുണ്ട്, ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഹിന്ദിക്കും കൂടെ. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാം ക്ലിയറായി വരുന്നുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം കുട്ടികൾ, ഇപ്പോൾ ഇടയ്ക്കൊക്കെ പിള്ളേർ വരിക എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് തുടങ്ങി ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്കും കുറേയധികം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നെങ്കിൽ അത് നല്ലൊരു സൂചനയാണ്. അങ്ങനെ കുറച്ചധികം കുട്ടികളിങ്ങനെ വരുന്നുണ്ട് ഇപ്പം. അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പം ഞാനതിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കുട്ടികളുടെ ഒന്നും പഠിത്തത്തിലൊരു മാറ്റവും ഒരു മോശവും സംഭവിക്കരുത്.
അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യാത്രയെക്കുറിച്ചാണ്. അങ്ങനെയെല്ലാം കുട്ടികളുടെ കാര്യമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ ഏറ്റവും ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള അവർക്ക് 3 ക്ലാസ്സാണ് ആഴ്ച കിട്ടുന്നത്, ശനിയും ഞായറും വ്യാഴാഴ്ചയും. പിന്നെ അവധി ദിവസങ്ങൾ വന്നാൽ അപ്പോഴുമാണ് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ശനിയും ഞായറും 2 ദിവസവും പോകും. അപ്പോൾ അതിന് മുമ്പ് ഒരു ദിവസം അവധിയൊക്കെ വന്ന് ഞാൻ കുറച്ച് എടുത്തുവെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വരണ്ടല്ലോ. അങ്ങനെ പിന്നെ ശനിയാഴ്ച രാവിലെ ക്ലാസ് വെച്ചു. 7:30 വരാൻ പറഞ്ഞ് 7:30 കഴിഞ്ഞ് 7:45 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നു. 9:30 വരെയൊക്കെ ഞാൻ പോകുന്നിടം വരെയും അവരെ ഇവിടെ ഇരുത്തിയിട്ട് പരീക്ഷ ഇട്ടു. അപ്പം തലേദിവസം ഞാൻ പഠിപ്പിച്ചത് ഒന്നുകൂടെ എഴുതിപ്പിച്ചു നോക്കി, അതിനാണ് വിളിച്ചത്. പിന്നെ അവരെ എഴുതിയൊക്കെ വരുമ്പോൾ കുറേ സമയം പിടിക്കും. ഞാൻ പറഞ്ഞു ഇത് തീരുന്നില്ല, ലക്ഷണമില്ല. പിന്നെ വീട്ടിലുള്ളവർക്ക് മെസ്സേജ് അയച്ചു, കൊണ്ടുപോയിക്കോളൂ, പക്ഷേ വീട്ടിൽ വന്നിട്ടായാലും എഴുതി തീർക്കണം എന്ന ഒരു കണ്ടീഷനിൽ ഞാൻ പറഞ്ഞൊക്കെ വിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ വണ്ടി വേണ്ടേ. അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന ഓട്ടോക്കാരൻ ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്കും ചേട്ടൻ മറ്റൊരു ഓട്ടത്തിലാണ്. അത് അവരുടെ കസിനെയും കൊണ്ട്, ഏറ്റവും അടുത്ത ബന്ധുവിനെയും കൊണ്ട് പോയേക്കുവാണ്. അത് വരുമ്പോൾ ഒരു 10 മണിയാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ വേറെ നോക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി നോക്കുമെന്ന് പറഞ്ഞു. കാരണം ഈ താമസിക്കും തോറും ചൂട് കൂടി വരും. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ടും ബാധിക്കും. കുഞ്ഞുമായിട്ട് പോകുന്നതല്ല, ഇത്രയും ദൂരമുണ്ട്. അപ്പം പിന്നെ ഞാൻ വേറെ 1-2 പേരെ വിളിച്ചു. അവരെല്ലാവരും ഈ ഓട്ടോക്കാർക്ക് ഇത്രയും ഓട്ടോ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആരും ഫ്രീ ആയിട്ട് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും തിരക്കിലാണ്. പിന്നെ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ അച്ഛനുണ്ട്. പുള്ളി ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വിളിക്കാറുണ്ട്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സൗമ്യ ടീച്ചറാണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ജംഗ്ഷൻ വരെ ഓക്കെ വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് പുള്ളിയുടെ മോന് 10ാം ക്ലാസ്സിലാണ്. അപ്പം ഞാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. കാരണം എപ്പോഴും നമ്മൾ ഈ പഠിത്തത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും രക്ഷിതാക്കൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, അവർക്കും ടെൻഷൻ കാണും. കുറച്ച് നേരം ഞാനൊന്നും മിണ്ടായിരുന്നപ്പോഴും എന്തൊക്കെ ഇങ്ങോട്ട് ടീച്ചറെ എങ്ങനെയുണ്ട് അവന്. ഞാൻ പറഞ്ഞ ആൾ രാവിലെ വരാൻ ഒരുപാട് താമസിക്കും, അതുപോലെ തന്നെ പഠിത്തത്തിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ ടീച്ചറെ വീട്ടിൽ വന്ന് ഒരു വക പഠിക്കത്തില്ല. അലാറം വെച്ച് നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് വീട്ടിൽ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആണോ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു ഇനി തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി പൈസ കൊടുത്തപ്പോൾ ചില്ലറയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊറിയർ വരാനുണ്ട്. അതുകൂടെ വാങ്ങിച്ചിട്ട് പോകുന്ന വെച്ച് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്താണ് അവരുടെ ആ ഗോഡൗൺ. ഞാനിവിടെ കൊണ്ടുവരുന്നവരെ കുറേ വിളിച്ചെടുത്തതേ ഇല്ല. പിന്നെ ഇപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു എവിടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോണ് കുഞ്ഞിനെ താഴെ നിർത്തി അവളെ പിടിച്ചിട്ട്, അവൾ ഓടരുതല്ലോ, പിടിച്ച് ഒരു സൈഡ് ചേർന്ന് നിൽക്കുകയാണ്, കുടയും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ബാഗൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കിയോ ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാഗൊക്കെ വെച്ച് വെക്കാൻ പോയപ്പോഴത്തേക്ക് ഇവളടുത്ത് നിൽപ്പുണ്ട്, എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ബസ് ഇങ്ങനെ കണ്ടു, കൈ കാണിച്ച് ബസ് അവിടെ നിർത്തി. അപ്പോൾ ഇവൾ ഇത്തിരി എൻ്റെ അടുത്തുനിന്ന് ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങി, അത്രേ ഉള്ളൂ. അപ്പം പക്ഷേ അത് കണ്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് എൻ്റെ ഏരിയയിൽ നിന്ന് കുഞ്ഞ് ഓടിപ്പോകുന്നത് പോലൊരു ഫീല് തോന്നിക്കാണും. ഞാൻ പെട്ടെന്ന് അവളങ്ങോട്ട് 2 സ്റ്റെപ്പ് ഒക്കെ അവളെ ഞാൻ പിടിച്ചു അപ്പം തന്നെ. കാരണം ഞാൻ ഈ ബാഗ് ഇതെടുക്കാൻ പോയ ഒറ്റ ടൈമിലാണ്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കുമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഇവരെന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പം ഞാൻ അവളെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒറ്റ സെക്കൻഡിൽ 1 സ്റ്റെപ്പ് വച്ചപ്പോഴത്തേക്കും ബസ്സിനകത്തിലിരുന്ന് ഒരുത്തൻ ഫ്രണ്ടിൽ, എല്ലാവരും കാണുവാണല്ലോ കുഞ്ഞിങ്ങോട്ട് നീങ്ങി എന്നുള്ളത്. ബസ് പക്ഷെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഒരുത്തനാണെങ്കിൽ കൊച്ചിനെ നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങേരെ ഒന്ന് നോക്കി നല്ലപോലെ. കാരണം ഇത് പലരോടും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് ഇങ്ങനെ.
കൊച്ചിനെ നോക്കിയില്ല, കൊച്ചിനെ കണ്ടില്ല, കൊച്ചിനെ നോക്കുക എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് തോന്നുന്ന ഒരു ഫീലാണ് നമ്മൾ പക്ഷേ എനിക്കപ്പം തോന്നിയ ഒരു ഫീല് ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ആ ഒരു ഇത് മറ്റാർക്കും തോന്നത്തില്ല, കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കും തോന്നില്ല. ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അമ്മമാർക്ക് പൊതുവെ അവരുടെ മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കാണും. ഈ ആർക്കും സംഭവിക്കുന്ന ചെറിയ ഒരു അബദ്ധം കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അത് ശരിയാണ്. പക്ഷെ കാണുന്നവർക്ക് ആ സംഭവം എന്താണെന്ന് വ്യക്തമാകില്ല. അപ്പം എൻ്റെ കുഞ്ഞ് എത്ര ദൂരം എൻ്റെ അടുത്തുനിന്ന് പോകുമെന്നും അവൾ എവിടെ നിൽക്കുന്നെന്നും അത് എങ്ങോട്ട് പോകും അത് കറക്റ്റായിട്ട് എനിക്കൊരു കാൽക്കുലേഷനുണ്ട്. ആ കാൽക്കുലേഷൻ്റെ അപ്പുറത്തേക്ക് അവൾ പോയിട്ടുമില്ല. പക്ഷേ കാണുന്നവർക്ക് എന്താണ് അയ്യോ എന്നുള്ളൊരു പേടി തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ടും വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് എൻ്റെ അടുക്ക അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചേനെ. പക്ഷേ അത് ഓക്കെ, അയാളുടെ പെട്ടെന്നുള്ളൊരു പേടി കൊണ്ട് പറഞ്ഞതാണ് എന്ന് കരുതി ഓക്കെ. അപ്പം ഞാൻ അകത്ത് കയറി. അപ്പം കയറിയ സമയത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കയറി പടിയിലേക്ക് കയറിയപ്പോഴത്തേക്കും ബെല്ലടിച്ചു. പക്ഷേ കുഞ്ഞു ബാഗായിട്ട് ഞാൻ പടിയിലേക്ക് കയറിയപ്പോൾ ബെല്ലടിച്ചു. പക്ഷേ ഡ്രൈവർ ബസ് മുന്നോട്ട് എടുത്തില്ല. കാരണം എടുത്തിരുന്നെങ്കിൽ ഞാനും കുഞ്ഞും കൂടെ പടിയിൽ നിന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചും ചിന്തിച്ചു. അപ്പം അത് ഡ്രൈവറുടെ ഇത്. അപ്പം ഞാൻ ബസ് നിർത്തി ഇവളിങ്ങോട്ട് നീങ്ങിയ സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ഡ്രൈവറിനെയാണ്. ഡ്രൈവർ പേടിച്ച് പോയി കാണുമല്ലോ എന്ന്. പക്ഷേ പുള്ളിയെ കറക്റ്റ് നിർത്തേണ്ട അടുത്ത് നിർത്തിയേക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു ഇതില്ല. പക്ഷേ ഇപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും കണ്ടോ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന്. പക്ഷേ അങ്ങനെ പേടിക്കാനും മാത്രം ഉള്ള ദൂരത്തേക്ക് അവൾ നീങ്ങിയിട്ടില്ല. അവളൊന്ന് ജസ്റ്റ് തിരിഞ്ഞ് വന്നേ ഉള്ളൂ. പക്ഷേ അത് കണ്ടവർക്ക് അതൊരു പേടിയായിട്ട് തോന്നി. പക്ഷേ അതിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതിൻ്റെ രാത്രിയിൽ ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു ഇത്. കാരണം ഞാൻ കുഞ്ഞുമായിട്ടിങ്ങനെ പോകുമ്പം ഞങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അപ്പോൾ അവളെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം. പഴയതുപോലെയല്ല, അവൾ കൂടുതൽ സ്പീഡിൽ നടക്കും, ഓടും, റോഡാണ്, ബാഗുണ്ട്. അപ്പം വെയിലാണെങ്കിൽ കുട പിടിച്ചോടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവൾക്ക് സേഫായിട്ട് ഉള്ള ഒരു ചുറ്റുപാടായിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ അവൾ ഓടിയാലോ, വണ്ടിയാണ് വരുന്നത്, അപ്പം എപ്പോഴും അവളുടെ കയ്യിൽ പിടിച്ചേക്കണം, അല്ലെങ്കിൽ ഉടുപ്പിലായാലും പിടിച്ചു വെച്ചേക്കണം. ഇതെല്ലാം ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുപോലൊരു ചെറിയ സംഭവമായിട്ട് വന്നപ്പം പെട്ടെന്ന് എനിക്കതാണ് ഓർമ്മ വന്നത്, എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കാനും മാത്രമുള്ള ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്നോട് ദേഷ്യത്തിലോട് കൊച്ചിനെ നോക്കരുതോ, പിടിക്കരുത് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണ്ട് ദേഷ്യം നേടാ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര കാൽക്കുലേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് ഞാൻ അത് എൻ്റെ ഒരു അശ്രദ്ധയായിട്ടാണ് തോന്നിയത്. അപ്പം അങ്ങനെ തോന്നിയെങ്കിൽ അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് ഞാൻ ഉൾക്കൊള്ളുകയുമാണ്. രണ്ടും ഉണ്ട്. അപ്പം ഇതേപോലെ തന്നെ സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകാറുണ്ട് പലരും. ഒരു ജസ്റ്റിൽ നമുക്ക്, പക്ഷെ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ട് താനും എന്ന രീതിയിൽ. പക്ഷേ മാനസ ഇതൊന്നും അറിയില്ല. മാനസ അവിടെ നിന്നിടത്തുനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ സംഭവിച്ച ഒറ്റ കാര്യമാണ്. അതാണ് സംഭവം. ഏതായാലും അത് കഴിഞ്ഞു. ബസ്സിൽ ഇങ്ങനെ യാത്ര തുടങ്ങി. കുട്ടികളായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടുമല്ലോ. അപ്പം കുറേ നാളിന് ശേഷമുള്ളൊരു ബസ് യാത്ര ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ പോകാൻ. കുഞ്ഞും കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇവിടുന്ന് പോയി ആലപ്പുഴയൊക്കെ കഴിഞ്ഞ ഒരു ടൈം ആയപ്പോഴത്തേക്കും പതുക്കെ ഒരു ക്ഷീണമൊക്കെ തോന്നി. കുഞ്ഞ് പതുക്കെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഇതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഒന്നുകിൽ നമ്മുടെ വിൻഡോയുടെ തൊട്ടടുത്ത്
സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നത്തില്ല, കാറ്റൊക്കെ കൊണ്ട് വെളിയിലോട്ട് നോക്കി. പക്ഷേ ഇടയ്ക്കൊക്കെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്തോ തലയ്ക്കൊക്കെ എന്തോ പോലെ തോന്നും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുക. അത് ഞാനിപ്പം കുറേ കാര്യങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് തലയ്ക്കൊക്കെ ഒരു ഇത് വരുമല്ലോ, ഒന്ന് വൊമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ തല കറങ്ങണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്ങൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ഒരു വിൻഡോ സീറ്റിൽ ആ സൈഡിൽ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ നേരെ വെളിയിലേക്ക് വ്യൂ കിട്ടണം, ആൾക്കാരെ കൊണ്ട് മറയരുത്, വ്യൂ കിട്ടത്തക്ക രീതിയിൽ. അതായത് റോഡിൽ മുന്നോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഇരുന്ന് പോകാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കണം, നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന് ഏതായാലും ചെന്നു. അവിടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് എവിടം വരെയായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പം ആളുണ്ട്, വണ്ടിയുണ്ട്. ഞങ്ങളങ്ങനെ വീണ്ടും വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു, എല്ലായിടവും പോയി. കുറച്ച് സാധനങ്ങളൊക്കെ ഓരോരുത്തർക്കും കൊടുക്കാനുണ്ടായിരുന്നു. കൊടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ അവർ സ്ഥലത്തില്ലായിരുന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ മനസ്സൊക്കെ കിട്ടി. അങ്ങനെ അതുമെല്ലാമായിട്ട് ഞങ്ങൾ തിരികെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അവിടെ പോകാനുള്ളിടത്ത് പോയി. ആ വഴി ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നപ്പോഴും ഞങ്ങൾ ഏതായാലും ബസ് സ്റ്റോപ്പിലേക്ക് എത്തി 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബസ് കിട്ടി. ഞങ്ങൾ കയറിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ് വന്നതുകൊണ്ട് എനിക്ക് ബാഗും പിടിച്ച് കയറുമ്പോൾ നമുക്കൊരു ബാലൻസ് കയറുമല്ലേ, ബാഗും കുഞ്ഞും എല്ലാം കൂടെ. അപ്പം നമുക്കത് പൊക്കി ഇങ്ങനെ ബാഗുമായിട്ട്, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് പോകുന്നു. പക്ഷെ ഞാൻ അപ്പോഴും അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഇതൊന്നും അത്ര വലിയ വെയിറ്റൊന്നും അല്ലല്ലോ എന്ന മനസ്സിൽ പെട്ടെന്നൊരു ധൈര്യം ഇവിടുന്ന് വന്ന് ഞാൻ ബസ്സിൽ കയറി. ഓക്കെ, ബസ് കയറി സീറ്റ് കിട്ടി. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കൊച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. ആ ബാഗ് അങ്ങോട്ട് നീക്കി വെച്ച് ഒക്കെ കയറിയിരുന്നു. പിന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ളതല്ലോ ഈ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരികെ ഇങ്ങോട്ട് അടുക്കാറായി. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, കുഞ്ഞപ്പോൾ ഉറങ്ങി. കാരണം കഴിഞ്ഞിട്ടുള്ള ഉറക്കമുണ്ട്. അപ്പോൾ ആ ഉറക്കം അവൾക്കുള്ളത് കൊണ്ട് ഉറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം അടുക്കാറായപ്പോൾ കുഞ്ഞിനെ ഉണർത്തി കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചു. കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞുങ്ങൾ ആ ഉറക്കത്തിലാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും കൈയും കാലും തലയും ഒക്കെ ഇങ്ങനെ തളർത്തിയിട്ടേക്കുമായിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഇവർ ബലം കൊടുക്കാതെ ഇവർക്ക് വല്ല പെടലിയൊക്കെ ഇടറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ കോൺഷ്യസ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഉണർത്തി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ കണ്ണൊക്കെ തുറന്ന് ആലോചിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അവൾ ശ്രദ്ധിച്ചോളും. കാരണം അവൾ ശ്രദ്ധിച്ചോളും. ഇല്ലെങ്കിൽ ഞാൻ എന്നെയും ബാഗിനെയും അവളെയും കൂടെ ശ്രദ്ധിക്കുമ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട്. അപ്പം മാക്സിമം ഞാൻ ഉണർത്തിയിട്ട് ശേഷമേ ബസ്സിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് എനിക്ക് തോന്നി ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു 2 പ്രായമുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികം ബാഗ് അങ്ങോട്ട് നീക്കി വെച്ചു. എന്നിട്ട് പടിയിൽ ഓരോന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പതുക്കെ ബാഗ് എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അകത്തുനിന്ന് ഒരു ചേട്ടൻ എന്നാ മോനെ പിടിച്ചു, ബാഗ് പിടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞു. ബാഗ് എടുത്ത് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത് തന്നെ ഓട്ടോയുണ്ട്. ഓട്ടോയിൽ കയറി ഞങ്ങൾ വീണ്ടും തിരികെ ഇവിടെ എത്തി. അപ്പം യാത്രയിൽ എപ്പോഴായാലും ഏതെങ്കിലും ഒരു അവസരത്തിലായാലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സുള്ള കുറേ മനുഷ്യരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറുമ്പോൾ നമുക്കൊരു സീറ്റ് തരുന്നത് എന്ന് പറയുന്നത് ആരുടെയും ഒരു ഔദാര്യമല്ല. കാരണം അതിലൊരു സീറ്റ് നമുക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അമ്മ കുഞ്ഞ് എന്നുള്ളത്. അത് ആരെങ്കിലും ഒരാൾ ചെയ്തു തന്നേ പറ്റുള്ളൂ. അത് നമ്മളോട് കാണിക്കേണ്ട നമുക്ക് ഉള്ള ഒരു അവകാശമാണത്. അത് നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ നോക്കിയില്ലെങ്കിലും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മൾക്ക് അത് അറേഞ്ച് ചെയ്ത് തരണം എന്നുള്ളതാണ്. അത് ആണല്ലോ എല്ലായിടവും അവിടെ ഓരോരുത്തർക്ക് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ മാത്രം സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊക്കെ നമുക്ക് അവകാശങ്ങൾ നമുക്ക് വേണം. പക്ഷേ നമ്മൾ കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും നമ്മുടെ കയ്യിലൊരു ബാഗ് കൂടെ ഉണ്ടെങ്കിൽ
അത് ഒന്ന് എടുത്തു തരിക ഒക്കെ ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രത്യേകത. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ നാളിന് മുമ്പ് ഞങ്ങളിങ്ങനെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം കണ്ടക്ടർ പുറകിൽ നിന്ന് കറക്റ്റ് സമയത്ത് ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ബാഗ് നീക്കി വെച്ച് ഞങ്ങൾക്ക് ബാഗ് ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തത്, എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഞാൻ അപ്പോഴും താങ്ക്സ് എന്ന് വെച്ചാൽ അത് ചില സമയങ്ങളിൽ നമുക്ക് അതൊരു മുമ്പ് ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പയ്യൻ ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പിലായിരുന്നു. ചേച്ചി ഇവിടെയാണോ ഇറങ്ങുന്നത്? ഞാൻ പറഞ്ഞാൽ അതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനും അവിടെ ഇറങ്ങാനുള്ളതായിരുന്നു ആ കൊച്ചിനും. അതും എന്ത് ചെയ്ത് എൻ്റെ ബാഗും കൂടെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത് ബസ്സിൽ നിന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത, ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എനിക്ക് ഇവരെ ഒന്നും മറക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് ഒരു പ്രാവശ്യമാണെങ്കിൽ ഇതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്മ എടുത്തോട്ട് പോയിരുന്ന സമയത്താണ് ആലപ്പുഴ വെച്ച്. അപ്പോൾ ഒരു പ്രായമുള്ളൊരച്ഛൻ കൊച്ചേ ബാഗും കൂടെ എടുക്കാനാണോ? ഞാൻ പറഞ്ഞാൽ അതെ. എങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആ ബാഗ് എടുത്തു തന്നു. ഈ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ബാഗാണ്. കാരണം പണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് ഞാനും പോകുന്ന സമയത്ത് ഞാൻ അനിയനോട് പറഞ്ഞിട്ട് എടാ എനിക്കൊരു വലിയ ബാഗ് വേണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ എല്ലാ ഡ്രസ്സും കൂടെ ഒന്നിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം അവൻ കിട്ടാവുന്നതിലും വലിയൊരു ബാഗാണ് എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിലിഷ്ടം പോലെ സാധനം കൊള്ളും. അത് നമുക്ക് അതുകൊണ്ട് തന്നെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിടുന്ന ടൈപ്പിലെ ബാഗല്ല അത്. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചരിച്ചൊക്കെ ഇടാമെങ്കിലും എന്താ പറയുക, അല്ലാതെ ഹാൻഡ് ബാഗ് മോഡലാണത്, വലിയ വലുപ്പമുള്ളതാണ്. അപ്പോൾ ഈ ബാഗ് കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പം അവൻ എവിടെയോ ടൂറ് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ സാധനം കൊള്ളും. പക്ഷേ ആ ബാഗ് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കനമാണെന്ന് തോന്നും. പക്ഷേ അത്ര വലിയ കനമൊന്നും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം എല്ലാവരും ഇത്രയും വെയിറ്റും കൊച്ചിനെയും കൊണ്ട് എങ്ങനെ വണ്ടി കയറും? ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ വെയിറ്റ് അല്ല, അത് അത്ര വലിയ വെയിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പിടിച്ചു നോക്കാൻ പറയാം. പക്ഷേ ചിലർക്കത് പിടിച്ചു നോക്കുമ്പോൾ അയ്യോ എന്തൊരു ഭാരമെന്ന് തോന്നും. ചിലർക്കത് വലിയ ഭാരമായിട്ട് തോന്നാറില്ല. പക്ഷേ നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും പറയാം പിന്നെ ശ്യാമിനോട് പറഞ്ഞാൽ കൊണ്ടുവിടത്തില്ലേ, പിന്നെ എന്തിനാണ് കുഞ്ഞുമായിട്ട് എന്നൊക്കെ എൻ്റെ എല്ലാവരും വഴക്ക് പറയും. ഞാൻ പറയാം അദ്ദേഹം നാട്ടിലില്ലാത്ത ആളാണ്. അപ്പം നമ്മളിപ്പം അദ്ദേഹത്തിനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം എപ്പോഴും ലീവ് എടുത്ത് വരാൻ പറ്റിയില്ല. ഇപ്പം നമുക്കിപ്പം ഞാനും കുഞ്ഞും കൂടെ പോയതുകൊണ്ടാണ് എനിക്ക് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അല്ലേ. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി സൗകര്യപ്രദമായി നമ്മൾ പോയി, നമ്മൾ സൗകര്യപ്രദമായി തിരികെ വന്നു. ആകെ ഒരു ബുദ്ധിമുട്ട് ബാഗും കൊണ്ട് പോയതുകൊണ്ട് കയറാനും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടുതലെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോകും. ഒരു കാരണവശാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വെയിറ്റ് വരുന്നത് എന്തെങ്കിലും. അപ്പം നമ്മൾ കുഞ്ഞിനെ എപ്പോഴും സേഫായിട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും. കാരണം അറിവില്ലാത്തൊരു കുഞ്ഞാണ്, അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് എൻ്റെ കുഞ്ഞെന്നല്ല, എല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ ആ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അവരോട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന്. അങ്ങനെ ഈ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ശീലിക്കണം. അപ്പം ഞങ്ങളുടെ ചേട്ടൻ എന്നോട് ചോദിച്ചു എങ്ങനെ ഇത്രയും വെയിറ്റ് ബാഗും കൊണ്ടൊക്കെ വലിയ ബാഗ്. ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ ശീലിക്കണം. നമ്മളെപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കാതെ, ആരായാലും ആശ്രയിക്കാതെ നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യം, അത് നമ്മളെ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് നിർത്തും. നമുക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇപ്പം ഒരു അത്യാവശ്യമുണ്ട്, ഇപ്പോൾ എപ്പോഴും ഹസ്ബൻഡ് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പം നമുക്കതൊരു ശീലമോ, നമ്മൾ പുറത്തോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങത്തില്ല. പക്ഷേ നമ്മളല്ലാതെ ഒറ്റയ്ക്ക് പോയി ശീലിച്ച് കഴിഞ്ഞാലുണ്ട് നമുക്ക് നമ്മളുടേതായിട്ട് കാര്യത്തിന് ആരെയും ആശ്രയിക്കാതെ പോകാം. ദൂരെ കിടക്കുന്ന ഒരാളെ എപ്പോഴും വന്ന് നമ്മളെ അവിടെ എവിടെയോ കൊണ്ടുപോകണമെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാനത് ഇങ്ങനെ തന്നെ എന്നോട് ചോദിക്കുന്നതോട് പറയാറുണ്ട്. അപ്പം ചിലർ അത് ശരിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ശ്യാമുമായിട്ട് വന്നിരുന്നെങ്കിലോ എനിക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടിന് ആകുമ്പോഴത്തേക്കും പോകണം. ചിലപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിൽക്കുമായിരിക്കും, അല്ലാതെ 2-3 ദിവസമൊക്കെ വീട്ടിൽ നിൽക്കാനൊന്നും എന്തായാലും ശ്യാമിന് ഇഷ്ടപ്പെടില്ല അത്രയൊക്കെ ദിവസം. അപ്പം അവധി വല്ലപ്പോഴും എടുക്കുമ്പം സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോകുന്നു, മറ്റൊരു വീട്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നു. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വരുന്നു, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം വരുന്നു, ഞങ്ങളുടേതായി എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരികെ പോകുന്നു.
അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ യാത്രകളെ ഞാൻ കാണാറുള്ളത്. അപ്പം നമ്മൾ എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം, അതുമൂലം എന്തെല്ലാം സന്തോഷങ്ങൾ നമുക്ക് കിട്ടും, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. അതാണ് എനിക്ക് എൻ്റെ യാത്രകളെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി അടുത്തത്. ഓക്കെ.